ഒഡീസിയ ദേശാഭിമാനി അക്ഷരമുറ്റം ക്വിസ് ഫെസ്റ്റിവൽ 2016 സീസൺ 6 എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ അറിവിന്റെ ലോകത്ത് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. 2 സെഗ്മെന്റ് നമ്മൾ കഴിഞ്ഞു. ഡ്രീം കഴിഞ്ഞു, ഹോപ്പ് കഴിഞ്ഞു. ഇനി നമ്മൾ നേരിടാൻ പോകുന്നത് വാറാണ്. വാർ എന്ന് പറയുമ്പോൾ യുദ്ധമാണ്. അതാണ് ആദ്യം പറഞ്ഞത്. ഇത് ആയുധം കൊണ്ടുള്ള യുദ്ധമല്ല, നേരെ മറിച്ച് അറിവ് കൊണ്ടുള്ള യുദ്ധമാണ്. നിങ്ങൾ അറിവുള്ള കുട്ടികളാണ്. പക്ഷേ എപ്പോഴും എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, എവിടുന്ന് നിങ്ങൾ അറിവ് നേടണം എന്നുള്ളതാണ്. ഒരു കഥയുണ്ട്. ആ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു അച്ഛൻ, ആ അച്ഛൻ്റെ ഒരു മകൻ, ഒരേ ഒരു മകൻ, ആ മകനെ പഠിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് ദൂരെ ഒരു ഗുരുകുലത്തിലേക്ക് അയച്ചു. അവനവിടെ പോയി പഠിച്ചു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും അറിവ് കൂടുന്ന സമയത്ത് അഹങ്കാരം കൂടും അല്ലേ. അഹങ്കാരം കൂടി അവന് തലയൊക്കെ ഉയർത്തി നെഞ്ചു വിരിച്ച് നിൽക്കുന്ന സമയത്ത് ഗുരുവിന് മനസ്സിലായി അഹങ്കാരം കൂടിയെന്ന് മനസ്സിലായി. അവനോട് പറഞ്ഞു, മോനെ നിനക്ക് തിരിച്ചു പോവാം എന്ന് പറഞ്ഞു. എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചു കഴിഞ്ഞു, പോവാമെന്ന് പറഞ്ഞു. അവനിങ്ങനെ വീട്ടിലേക്ക് വരികയാണ്. എങ്ങനെയാണ് വരുന്നത്? അഹങ്കാരത്തോടു കൂടി നെഞ്ചു വിരിച്ച് തല ഉയർത്തിപ്പിടിച്ച് വരുമ്പോൾ അച്ഛനിങ്ങനെ ജനലരികൾക്കിടയിലൂടെ കാണുന്നു അഹങ്കാരിയായ മകൻ നടന്നു വരുന്നത്. അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി വീട്ടിലേക്ക് കയറുന്നതിന് മുമ്പ് ചോദിച്ചു, നീ എന്തെല്ലാം പഠിച്ചു എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, ഗുരുവിന് അറിയാവുന്ന കാര്യങ്ങളെല്ലാം എനിക്കും അറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ അച്ഛൻ ചോദിച്ചു, ഒറ്റ ചോദ്യം ഞാൻ നിന്നോട് ചോദിക്കുന്നു, പഠിപ്പിക്കാനാവാത്ത കാര്യങ്ങൾ നീ പഠിച്ചുവോ എന്ന് ചോദിച്ചു. അവൻ കണ്ണു മിഴിച്ചു പോയി. പഠിപ്പിക്കാനാവാത്ത കാര്യങ്ങൾ എങ്ങനെ പഠിക്കാൻ പറ്റുന്നത്? അച്ഛൻ പറഞ്ഞു, തിരിച്ചു പോവുക, ഗുരുവിനോട് പറയുക, പഠിപ്പിക്കാനാവാത്ത കാര്യങ്ങൾ പഠിപ്പിച്ചു തരാൻ വേണ്ടി പറയുക എന്ന് പറഞ്ഞു. അവൻ തിരിച്ചു പോയി ഗുരുവിനോട് പറഞ്ഞപ്പോൾ ഗുരു പറഞ്ഞു കൊടുത്തു, മോനെ നീ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു വിദ്യാലയത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു അധ്യാപകനിൽ നിന്ന് നീ പഠിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ജീവിതത്തിൽ പഠിക്കേണ്ട കാര്യങ്ങളുടെ 4ൽ 1 ഭാഗം മാത്രമാണ്. 4ൽ 1 ഭാഗം മാത്രമാണ്. ഗോട്ട് ഇറ്റ്? മനസ്സിലായോ? നിങ്ങൾ സ്കൂളിൽ നിന്ന് പഠിക്കുന്നത്, പാഠപുസ്തകത്തിൽ നിന്ന് നിങ്ങൾ പഠിക്കുന്നത്, നിങ്ങൾ ജീവിതത്തിൽ പഠിക്കേണ്ടതിൻ്റെ 4ൽ 1 ഭാഗം മാത്രമാണ്. ബാക്കി 3ൽ 1 ഭാഗം എന്ന് പറയുന്നത് വീട്ടുകാരിൽ നിന്നും നാട്ടുകാരിൽ നിന്നും കൂട്ടുകാരിൽ നിന്നും പഠിച്ചെടുക്കേണ്ടതാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ആദ്യത്തെ അധ്യാപകർ എന്ന് പറയുന്നത് അച്ഛനും അമ്മയുമാണ്. മാതാപിതാക്കളാണ് ആദ്യത്തെ അധ്യാപകർ. അപ്പോൾ അവർ തെളിക്കുന്ന മാതൃക, ആ മാതൃക നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. അത് നല്ലതാണെങ്കിൽ നല്ലതാവും, ചീത്തയാണെങ്കിൽ ചീത്തയാവും. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. മനസ്സിലായില്ലേ? 3ാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രകൃതിയെ കണ്ടു പഠിക്കേണ്ടതാണ്. പൂക്കളെ പുഴുക്കളെ ഒക്കെ കണ്ടു പഠിക്കേണ്ടതാണ് 3ാമത്തെ കാര്യം. 4ാമത്തെ കാര്യം എന്ന് പറയുന്നത് അവനവനിൽ നിന്ന് തന്നെ പഠിച്ചെടുക്കേണ്ടതാണ്. അവിടെയാണ് നിങ്ങൾ എത്രമാത്രം വിനയത്തോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു, എത്രമാത്രം ഹമ്പിളായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു. ഇതൊക്കെ പ്രധാനമാണ്. ഇങ്ങനെ പഠിക്കുമ്പോൾ മാത്രമാണ് ഒരു ചിത്രം പൂർത്തിയാവുന്നത്. ഗോട്ട് ഇറ്റ്? അതുകൊണ്ട് ഇവിടെ ക്വിസ് മത്സരത്തിന് വരുന്ന സമയത്ത് നിങ്ങൾ പഠിക്കുന്ന ഇതൊക്കെയാണ്. പാഠപുസ്തകമല്ല, നേരെ മറിച്ച് അതിനപ്പുറത്തേക്കുള്ള അറിവ് നേടുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ചോദ്യങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നു. ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് ഉത്തരം പറയാം. 10 ചോദ്യങ്ങളാണ് ഇത്തവണ നിങ്ങൾ നേരിടുന്നത്. വാർ റൗണ്ട്. ഈ റൗണ്ടിൽ ആദ്യം ചോദിക്കുന്ന 5 ചോദ്യങ്ങൾ 5 ടീമിനായി നൽകുന്നു. ഓരോ ടീമും ചോദ്യത്തിന് ശരിയുത്തരം പറഞ്ഞാൽ 10 പോയിന്റ് നേടും. ഉത്തരം തെറ്റാണെങ്കിൽ ചോദ്യം തൊട്ടടുത്ത ടീമിലേക്ക് കൈമാറും. കൈമാറി വന്ന ചോദ്യത്തിന്റെ ശരിയുത്തരത്തിന് 5 പോയിന്റ് ലഭിക്കും. ആദ്യത്തെ ഈ 5 ചോദ്യങ്ങൾക്ക് മൈനസ് മാർക്കില്ല. ചോദ്യം നമ്പർ 1. ഞാൻ ചോദിക്കുന്നത് വയലറ്റ് ടീമിനോടാണ്. ഇപ്രാവശ്യം 2 ടീമുകൾ നമുക്ക് നഷ്ടമായിട്ടുണ്ട് അല്ലേ. ഇൻഡിഗോ ആൻഡ് റെഡ് അവരുണ്ടായിരുന്നു നമ്മുടെ കൂടെ. പക്ഷേ കഴിഞ്ഞ എപ്പിസോഡിൽ അവർ എലിമിനേറ്റ് ആയി പോയതിന്റെ പേരിൽ 5 ടീമാണുള്ളത് മത്സരിക്കുന്നത്. ഈ 5 ടീമിലേക്കാണ് ചോദ്യങ്ങൾ വരുന്നത്. ആദ്യത്തെ ചോദ്യം വരുന്നത് വയലറ്റിനോടാണ്. യു ആർ റെഡി ഫോർ ദാറ്റ്? ചോദ്യം ഇതാണ്, ലോകത്ത് ഏറ്റവും കൂടുതൽ വധശ്രമങ്ങളെ അതിജീവിച്ച ഭരണാധികാരി ആരാണ്? സോ യു നോ ദി ആൻസർ അല്ലേ. കറക്റ്റ് ആൻസർ അറിയാം. ചോദ്യം വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, ലോകത്ത് ഏറ്റവും കൂടുതൽ വധശ്രമങ്ങളെ അതിജീവിച്ച ഭരണാധികാരി ആരാണ് എന്നുള്ളതാണ് ചോദ്യം. വയലറ്റ്, യുവർ ആൻസർ. ഫിദൽ കാസ്ട്രോ. ഫിദൽ കാസ്ട്രോ. ഫിദൽ കാസ്ട്രോ ആണ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. സോ ലെറ്റ്സ് ഗോ ടു ദി സ്ക്രീൻ. ദാറ്റ്സ് യെസ് ഓർ നോ. That's a perfect answer. Congratulations. And Fidel Castro is the right answer. Okay. So you got 10 marks. അടുത്ത ചോദ്യം വരുന്നത് ബ്ലൂവിലേക്കാണ്. റെഡി? ചോദ്യം ഇതാണ്, അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡ് തുടർച്ചയായി അളന്ന് രേഖപ്പെടുത്തിയത് ആരാണ്? ആരാണ്? ടോറിസെല്ലി. നമുക്ക് നോക്കാം.
ആൻഡ് നിങ്ങളിലേക്ക് ഗ്രീനിലേക്ക് കൈമാറുന്നു. നോക്കാം, സ്ക്രീനിലേക്ക് നോക്കാം. Once again, it's no. The right answer is Charles David Kelly. മൂന്നാമത്തെ ചോദ്യം ടീം ഗ്രീനിലേക്കാണ്. മൂന്നാമത്തെ ചോദ്യം വരുന്നത്. ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കണം. ചോദ്യം ഇതാണ്: റഷ്യയിലെ ഒക്ടോബർ വിപ്ലവം ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് ഏത് ദിവസമാണ് നടന്നത്? ദിവസമാണോ മാസം? ദിവസവും മാസവും പറയാം. Your answer. നവംബർ. ബാക്കി ഡേറ്റ് അറിയില്ല. ഡേറ്റ് അറിയില്ല. നോക്കാം. നവംബർ എന്നുള്ളത് ഒരു ആൻസർ അല്ല. സോ ദാറ്റ്സ് നാച്ചുറലി ഇറ്റ്സ് നോ. ദാറ്റ്സ് എ നോ. ആൻഡ് യു വാണ്ട് ടു സേ? നവംബർ 26. സ്ക്രീനിലേക്ക് നോക്കാം. നോ ആണ്. നവംബർ 7. നവംബർ 7. Let's see. ആദ്യം അറിയാമായിരുന്നു. നവംബർ 7 ആണെന്ന് ആദ്യം അറിയാമായിരുന്നു. യു ഗോട്ട് 5 മാർക്സ്. 5 മാർക്കാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇനിയും 7 ചോദ്യങ്ങൾ കൂടി അവശേഷിക്കുന്നുണ്ട്. 3 ചോദ്യങ്ങൾ മാത്രമാണ് തീർന്നത്. ആ 7 ചോദ്യങ്ങൾക്കായി കാത്തിരിക്കാം. അതിനു മുമ്പായി എ ലിറ്റിൽ ബ്രേക്ക്. വെൽക്കം ബാക്ക്. ഒഡീസിയ ദേശാഭിമാനി അക്ഷരമുറ്റം ക്വിസ് ഫെസ്റ്റിവൽ 2016 സീസൺ 6. വെരി ഗുഡ്. ഇനിയും നമ്മൾ മൊത്തം 7 ചോദ്യങ്ങളുണ്ട്. 2 ചോദ്യങ്ങൾ ഇനിയും ഇതുവരെ വന്ന പോലെ തന്നെയാണ് ചോദിക്കാൻ പോകുന്നത്. സോ യെല്ലോ ടീമിനോടാണ് അടുത്ത ചോദ്യം ചോദിക്കുന്നത്. യു റെഡി? ഓക്കെ. ചോദ്യം ഇതാണ്: ഇന്ത്യൻ നെൽപ്പാടങ്ങളിൽ അത്യുൽപാദനം നടത്തിയ ഒരു നെൽവിത്ത് 50 വർഷം പിന്നിടുന്നു. ഏത് വിത്താണിത്? So tell me your answer. ഏഴോം. So let's see. Yes or no? That's the wrong answer. So team orange. 58. Okay, let's see your answer is right or wrong. That's a perfect answer. So you got 5 marks. 5 marks. അടുത്ത ചോദ്യം ചോദിക്കുന്നത് ഓറഞ്ചിനോടാണ്. ചോദ്യം ഇതാണ്: വിമുക്തി ലഹരി വർജന മിഷൻ അംബാസിഡർ ആരാണ്? Tell me your answer. സച്ചിൻ ടെണ്ടുൽക്കർ. വിമുക്തി ലഹരി വർജന മിഷൻ അംബാസിഡർ സച്ചിൻ ടെണ്ടുൽക്കർ ആണ് നിങ്ങളാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. ലെറ്റ്സ് സീ ഇസ് റൈറ്റ് ഓർ നോട്ട്. പെർഫെക്റ്റ് ആൻസർ. കൺഗ്രാറ്റുലേഷൻസ്. വിമുക്തിയായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞതുകൊണ്ട് അതുമായിട്ട് കുറച്ച് കൂടി കാര്യങ്ങൾ നിങ്ങളോട് പറയാമെന്ന് വിചാരിക്കുകയാണ്. നമ്മുടെ കേരളത്തിന്റെ ഏറ്റവും വലിയ ശാപം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ വാക്കിൽ നമുക്ക് പറയാൻ സാധിക്കും: മദ്യം, മയക്കുമരുന്ന്. അല്ലെ? നമ്മളൊരു കാലത്ത് നമ്മുടെ കേരളത്തിൽ നിന്നുകൊണ്ട് പറയുമായിരുന്നു നമ്മളെല്ലാം മുന്നിലാണ്. എല്ലാം നമ്മൾ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ, സാക്ഷരതയുടെ കാര്യത്തിൽ എല്ലാം നമ്മൾ മുൻപന്തിയിലായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾക്ക് പുറത്ത് പറയാൻ പറ്റാത്ത ചില കാര്യങ്ങളിലും മുൻപന്തിയിലാണ് നമ്മൾ. അതിനൊന്നാണ് മദ്യപാനം. ആളുകൾ കുടിച്ച് മരിക്കുകയാണ്. അല്ലെ? മയക്കുമരുന്നിന്റെ ലോബി ഇവിടെ കേരളത്തെ മുഴുവൻ കീഴ്പ്പെടുത്തി കഴിഞ്ഞു. ആത്മഹത്യ പെരുകിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ യുവാക്കൾ, നിങ്ങളെപ്പോലെയുള്ള കുട്ടികളൊക്കെ പരീക്ഷയിൽ മാർക്ക് കുറയുമ്പോഴേക്ക് പോയിട്ട് ആത്മഹത്യ ചെയ്യുന്നു. വീട്ടിലൊരു റിമോട്ട് കിട്ടിയിട്ട് ചാനലിന്റെ മാറ്റാൻ സമ്മതിക്കാത്തതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യും. അത്രമാത്രം കോൺഫിഡൻസ് ലെവല്, ആത്മവിശ്വാസം, പ്രതിസന്ധികളെ അതിജീവിക്കേണ്ട ആത്മവിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ മദ്യം, മയക്കുമരുന്ന് ഏറ്റവും ക്രൂരമായിട്ടുള്ള അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ
ഒരു മദ്യപനോട് സാധാരണ നമ്മൾ ചോദിക്കുകയാണ്, എന്തുകൊണ്ട് മദ്യം കഴിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ പറയും എന്താ, ഒരു സുഖം എന്ന് പറയും. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെ മദ്യം തൊട്ടിട്ടില്ല. ഒരു സിഗരറ്റ് പോലും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ വലിച്ചിട്ടില്ല. എൻ്റെ ജീവിതത്തിന് യാതൊരു സുഖക്കുറവുമില്ല. നമുക്ക് ലഹരി വേണം. ആ ലഹരി എന്ന് പറയുന്നത് നമ്മൾ ഏത് മേഖലയിലാണോ പ്രവർത്തിക്കുന്നത് അതായിരിക്കണം നമ്മുടെ ലഹരി. ഞാൻ ഒരു ഇന്ദ്രജാലക്കാരനായതുകൊണ്ട് മാജിക് ആയിരിക്കണം എൻ്റെ ലഹരി. പഠിക്കുന്ന കുട്ടികളാകുമ്പോൾ പഠനമായിരിക്കണം ലഹരി. നിങ്ങളുടെ മാതാപിതാക്കൾ ഏത് മേഖലയിലാണോ വർക്ക് ചെയ്യുന്നത് അതായിരിക്കണം ലഹരി. മനസ്സിലായില്ലേ? ആ ലഹരിയാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ മറ്റു ലഹരികൾ തേടി പോയി കഴിഞ്ഞാൽ നമ്മൾ അതിന് അടിമകളാവും. ഒരു ചെറിയ മാജിക് കാണിച്ചു തരട്ടെ, നിങ്ങൾ എന്നും ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, എന്തൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും മദ്യം തുടരുത്, ഒരു സിഗരറ്റ് പോലും വലിക്കരുത്. ഓക്കെ, മാജിക് കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരാൾ മദ്യപനാവുന്നത്. സാധാരണ ആളുകൾ ആരും ഈ ഭൂമിയിൽ പറന്നു വീഴുന്നത് മദ്യം കഴിച്ചുകൊണ്ടൊന്നുമല്ല, ആണോ? അല്ല, ജീവിതത്തിൽ മദ്യം തൊട്ടിട്ടില്ല. നമ്മൾ വളരെ നിഷ്കളങ്കമായിട്ട് ഈ ഭൂമിയിൽ പറന്നു വീഴുന്നു. കുറച്ചുകൂടി മുതിർന്ന ക്ലാസ്സുകളിലേക്ക് നിങ്ങൾ പോകുന്ന സമയത്ത്, കോളേജ് ഹോസ്റ്റലൊക്കെ പഠിക്കുമ്പോൾ നിങ്ങളുടെ കൂട്ടുകാർ ഇങ്ങനെ പ്രലോഭിപ്പിക്കും, അല്ലേ? ടെലിവിഷനിലെ ദൃശ്യങ്ങൾ കാണുന്ന സമയത്ത് സൂപ്പർ സ്റ്റാറുകളൊക്കെ ടെൻഷൻ മാറ്റാൻ വേണ്ടിയിട്ട് മദ്യവും മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നും ഇതാണ് ശരി എന്ന് തോന്നും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കൂട്ടുകാരോടൊപ്പം ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന സമയത്ത് മുറിയുടെ വാതിലടച്ച് പരമരഹസ്യമായി ആരും കാണാതെ ഒരു കുഞ്ഞു ഗ്ലാസ്സിൽ ഒറ്റ പ്രാവശ്യം, ഇനി തൊടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇത്തിരി മദ്യം നമ്മൾ തൊട്ട് നോക്കും. ഇതാണ് തുടക്കം. ഒരു ചെറിയ ഗ്ലാസ്സിൽ ഇത്തിരി മദ്യം, അവിടെയാണ് തുടങ്ങുന്നത്. പക്ഷേ മദ്യത്തിൻ്റെ പ്രത്യേകത അറിയാമോ നിങ്ങൾക്ക്? ഇത് നേരിട്ട് തലച്ചോറിനെയാണ് ബാധിക്കുന്നത്. രക്തത്തിലേക്ക് അലിഞ്ഞു ചേരും. തലച്ചോറിൻ്റെ ചില ഭാഗങ്ങൾ വീണ്ടും ഇങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും, മദ്യം കഴിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോഴേക്ക് ഇതിൻ്റെ അളവ് കൂടും. കഴിക്കുന്ന ഒക്കേഷനുകൾ കൂടും. അങ്ങനെ വരുന്ന സമയത്ത് കൂട്ടുകാരെ ക്ഷണിച്ചു വരുത്തും, മദ്യം കഴിക്കുന്നതിൻ്റെ അളവ് കൂടും, ഗ്ലാസിൻ്റെ വലിപ്പം കൂടും. അപ്പോഴത്തേക്ക് ചെറിയ ഗ്ലാസ്സിന് പകരം കുറേ കൂടി വലിയ ഗ്ലാസ്സിലേക്ക് മദ്യം നിറഞ്ഞു കവിയും. അങ്ങനെ ചെറിയ ഗ്ലാസ്സിന് പകരം വലിയ ഗ്ലാസ്. ഇതാണ് സ്വഭാവം. ഇവിടെയാണ് അടിമയാവുന്നത്. അപ്പോഴേക്കും മദ്യം ഒരാളെ കീഴ്പ്പെടുത്തി കഴിഞ്ഞു. അപ്പോഴേക്കും ഇതിൻ്റെ അളവ് വീണ്ടും കൂടും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആളുകൾ വിളിച്ചു വരുത്തും. പിന്നെ കുറച്ച് പരസ്യമായിട്ടൊക്കെ മദ്യം കഴിക്കാൻ തുടങ്ങും. ബാറുകളിൽ കയറി മദ്യം കഴിക്കാൻ തുടങ്ങും. പണം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എവിടെന്നെങ്കിലും മോഷ്ടിക്കും. അപ്പോഴേക്ക് സ്വഭാവം മാറി മാറി വരും. ഗ്ലാസിൻ്റെ അളവ് കൂടും, കഴിക്കുന്ന ഒക്കേഷനുകൾ കൂടും, മദ്യത്തിൻ്റെ അളവ് വീണ്ടും കൂടി വരുന്നു. ചെറിയ ഗ്ലാസ്സിന് പകരം കുറേ കൂടി വലിയ ഗ്ലാസ്സിലേക്ക് മദ്യം നിറഞ്ഞു കവിയുന്നു. ചെറിയ ഗ്ലാസ്സിന് പകരം വലിയ ഗ്ലാസ്. ഇതാണ് മദ്യത്തിൻ്റെ ശക്തി. മദ്യത്തിന് ഒരാളെ വളരെ പെട്ടെന്ന് കീഴ്പ്പെടുത്താൻ സാധിക്കും. പിന്നീടോ മദ്യം കിട്ടിയില്ലെങ്കിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വരും. മദ്യം അയാളെ അടിമയാക്കും, കീഴ്പ്പെടുത്തും. അപ്പോഴേക്കും ഗ്ലാസിൻ്റെ അളവ് വീണ്ടും കൂടും. കുറേ കൂടി വലിയ ഗ്ലാസ്സിലേക്ക് മദ്യം നിറഞ്ഞു കവിയുന്നു. അങ്ങനെ മദ്യത്തിൻ്റെ അളവ് വീണ്ടും കൂടുന്നു, മദ്യം വീണ്ടും നിറയുന്നു. കണ്ടില്ലേ? അപ്പോൾ ഓർക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഈ ഒരു കുഞ്ഞു ഗ്ലാസ്സിൽ തുടങ്ങിയ മദ്യപാനമാണ് ഈ ഒരു വലിയ ഗ്ലാസ്സിലെത്തി നിൽക്കുന്നത്. ഇതാണ് മദ്യത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങളോട് പറയുന്നത്, ഒരു തുള്ളി മദ്യം പോലും ജീവിതത്തിൽ തൊടുകയില്ല എന്നുള്ളത് പ്രതിജ്ഞ എടുക്കണം. ഓക്കെ, പ്രോമിസ് ആണോ? പ്രോമിസ് ആണോ? താങ്ക് യു സോ മച്ച്. ആ ഒരു ഉറപ്പ് തന്നതിൽ ഒരുപാട് സന്തോഷം. നിങ്ങളോട് പറയാനുള്ളത് ഇതാണ്, എന്തൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും, എത്ര ഉയർന്ന ക്ലാസ്സുകളിൽ പഠിച്ചു കഴിഞ്ഞാലും, ഏതൊക്കെ രാജ്യത്ത് യാത്ര ചെയ്ത് കഴിഞ്ഞാലും, ഒരു കാരണവശാലും മദ്യം തുടരരുത് മക്കളെ, കേട്ടോ? ഒരു മയക്കുമരുന്ന് ഉൽപ്പന്നങ്ങളും ഉപയോഗിക്കരുത്, ഒരു സിഗരറ്റ് പോലും വലിക്കരുത്. നമുക്കൊരു ലഹരി വേണം. ആ ലഹരി നിങ്ങൾ പ്രവർത്തിക്കുന്ന മേഖലയാവണം. ഇത് നിങ്ങളോട് മാത്രമല്ല, പ്രേക്ഷകരോട് കൂടി പറയുകയാണ്. അടുത്ത ചോദ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഹിയർ എ സ്മോൾ ബ്രേക്ക്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. ഒഡീസിയ ദേശാഭിമാനി അക്ഷരമുറ്റം ക്വിസ് ഫെസ്റ്റിവൽ 2016 സീസൺ 6. ഇനി നമുക്ക് 5 ചോദ്യങ്ങൾ നേരിടാനുണ്ട്. ഈ 5 ചോദ്യങ്ങളിൽ കിടക്കുന്നതിന് മുമ്പ് ഇതിന്റെ രീതി ഒന്ന് പറയാം. ഈ 5 ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. ആൻസർ പറയാൻ 10 സെക്കൻഡ് സമയം നിങ്ങൾക്ക് എടുക്കും. നിങ്ങൾ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യും. ആ 10 സെക്കൻഡിനുള്ളിൽ നിങ്ങൾക്ക് ആൻസർ പറയാം. റൈറ്റ് ആൻസർ ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് 10 മാർക്ക്. റോങ് ആൻസർ ആണെങ്കിൽ -5 മാർക്ക്. അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്ക് ഔട്ട് ചെയ്യാം. യുവർ ചോയ്സ്. ആദ്യത്തെ ചോദ്യം വയലറ്റിനോടാണ്. റെഡി? ചോദ്യം നേരിടാൻ തയ്യാറായിക്കോളൂ. ചോദ്യം ഇതാണ്: പെരിയാർ സിനിമ സംവിധാനം ചെയ്ത ഭരത് അവാർഡ് നേടിയ ആൾ ആര്? കൗണ്ട് ഡൗൺ സ്റ്റാർട്ട്സ് ഹിയർ. Back out. Your time is over. Back out. ചോദ്യം ഇതായിരുന്നു: പെരിയാർ എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്തു, അദ്ദേഹത്തിന് ഭരത് അവാർഡ് നേടി. ആ വ്യക്തി ആരാണ് എന്നുള്ളതായിരുന്നു ചോദ്യം. ആർക്കെങ്കിലും അറിയാമോ ഉത്തരം? പറയൂ. PJ Antony. That's the right answer. PJ Antony. Right answer.
അപ്പോ അതിന് മാർക്കില്ല. ആൻസർ പറയാത്തതുകൊണ്ട് നഷ്ടപ്പെട്ടിട്ടില്ല, നേടിയിട്ടുമില്ല. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം വരുന്നത് ബ്ലൂവിലേക്കാണ്. റെഡിയാണല്ലോ അല്ലെ? ചോദ്യം ഇതാണ്: മണ്ണില്ലാതെ വെള്ളം മാത്രം ഉപയോഗിച്ചുകൊണ്ട് കൃഷി ചെയ്യുന്ന രീതിക്ക് പറയുന്ന പേര്. Your countdown starts here. So you are ready for the answer. Hydroponics. Hydroponics. സംശയമില്ല. Yes. No. That's right. Perfect answer. Congratulations. Very nice. ഇനി ടീം ഗ്രീനോടാണ് ചോദിക്കുന്നത്. ടീം ഗ്രീൻ റെഡിയാണോ? നല്ല ചിരിയോടുകൂടി തന്നെ ആൻസർ പറയാൻ കേട്ടോ. നിങ്ങൾ നന്നായിട്ട് ചിരിച്ചു നിൽക്കുന്നുണ്ട്. വന്ദന നന്നായിട്ട് പാട്ട് പാടും അല്ലേ? നമുക്കിത് കഴിഞ്ഞിട്ടൊരു പാട്ട് പാടണം. ഓക്കെ, ചോദ്യം ഇതാണ്: സുഗന്ധ വ്യഞ്ജനങ്ങളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന സസ്യം ഏതാണ്? Your time starts here. Yeah. What's your answer? ഏലം. ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നോക്കാം. Yes, perfect. Congratulations, and you got 10 marks. Okay, very good. അടുത്ത ചോദ്യം യെല്ലോ, ടീം യെല്ലോ. നിങ്ങൾക്ക് ചോദ്യമാണ്. ചോദ്യം ഇതാണ്: വായിക്കാൻ കഴിയാതെ വന്നപ്പോൾ പട്ടിണി കിടന്ന് മരണത്തെ സ്വയം വരിച്ച ഭൗമശാസ്ത്രജ്ഞൻ ആരാണ്? Your countdown starts here. Okay, tell me your answer. Eratosthenes. ഉറപ്പാണ്? 100%. നോക്കാം. Yes, perfect answer. ഈ സെഗ്മെന്റിലെ ഏറ്റവും അവസാനത്തെ ചോദ്യത്തിലേക്കാണ് കിടക്കുന്നത്. ഏറ്റവും അവസാനത്തെ ചോദ്യം ടീം ഓറഞ്ചിനോടാണ് ചോദിക്കുന്നത്. ടീം ഓറഞ്ച്, യു ആർ റെഡി? റെഡി. ഓക്കെ, ചോദ്യം ഇതാണ്: നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമാണ്. ഈ മുഖവാചകത്തോടെ പുറത്തിറങ്ങിയ നോവൽ ഏത്? Your countdown starts here. Back out. ഇത്ര പെട്ടെന്ന് ബാക്ക് ഔട്ട്? സംശയിക്കാൻ ചോദ്യം അറിയില്ല. ഒട്ടും അറിയില്ല. ഒരു സംശയവുമില്ല. സംശയിച്ച് പ്രസ് ചെയ്യാൻ വേണ്ടെന്ന് വിചാരിച്ചു അല്ലേ? തീരുമാനിച്ചു. വെറുതെ മൈനസ് എന്തിനടിക്കുന്നത്? ഓക്കെ, നല്ല തീരുമാനം. ഓക്കെ, ഇത് ആടുജീവിതം. അതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോ നമ്മുടെ 10 ചോദ്യങ്ങൾ കഴിഞ്ഞു. ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ കുറച്ച് വിഷമമുള്ളതാണ്. എന്താണ്? നിങ്ങൾ 5 ടീമിൽ നിന്ന് 3 ടീം എലിമിനേറ്റ് ആയി പോകും. 2 ടീം മാത്രം ബാക്കിയാവും. ആ 2 ടീമുകൾ മത്സരിക്കും അല്ലേ? അത് അറിവ് കൊണ്ട് യുദ്ധം ചെയ്യും. അതിനുശേഷം അവർ ഒരു ടീം വിജയത്തിലേക്ക് പോകും. സ്വാഭാവികമാണ്, എപ്പോഴും സംഭവിക്കുന്ന കാര്യങ്ങളാണിത്. ഒരു മത്സരം ഉണ്ടെങ്കിൽ അതിനകത്ത് ചില ആളുകൾ പിന്നിലേക്ക് പോകും, ചില ആളുകൾ മുന്നിലേക്ക് പോകും. സ്വാഭാവികമായിട്ടാണ്. എന്തായാലും എനിക്കൊരു വിഷമമാണ്. കാരണം നമ്മൾ ഇത്രയും എപ്പിസോഡുകളിലായിട്ട് ഇങ്ങനെ ഒരുമിച്ച് നിന്ന് പിരിഞ്ഞു പോകാന്ന് പറയുമ്പോൾ ഒരു വിഷമമാണ്. അപ്പോൾ ആ വിഷമം തീർക്കാൻ വേണ്ടിയിട്ട് വന്ദന നന്നായിട്ട് പാടില്ലേ മോളെ? ഒരു പാട്ട് പാടാമോ മോളെ? അപ്പൊ പാട്ട് പാടുന്ന സമയത്ത് അതിന്റെ ലയത്തിൽ നമുക്ക് അവസാനിപ്പിക്കാം. അതല്ലേ നല്ലത്? ഓക്കെ. കണ്ണോട് കണ്ണോരം നോക്കിയിരുന്നാലും കണ്ണോട് കണ്ണോരം നോക്കിയിരുന്നാലും കാണാമറയത്ത് ഒളിച്ചാലും കണ്ണിനും കണ്ണായൊരു കണ്ണിൻ തുമ്പത്ത് കണ്ണിനും കണ്ണായൊരു കണ്ണിൻ തുമ്പത്ത് കണ്ണീർക്കിനാവ തുളുമ്പി നിൽക്കും കണ്ണോട് കണ്ണോരം
ഇരുന്നാലും കാണാമറയത്ത് ഒളിച്ചാലും. നല്ലൊരു കയ്യടി കൊടുക്കാൻ വന്നിരിക്കും. വണ്ടർഫുൾ. എപ്പോഴും പറയുന്നത് എന്താ അറിയോ, നമ്മൾ ഉജ്ജ്വലരായിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ വേണം. എന്താണെന്നറിയാമോ? ഒന്നുകിൽ ആർട്ട് അല്ലെങ്കിൽ സ്പോർട്സ്. ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ. മറ്റൊന്നും ഫലമില്ല. മനസ്സിലായില്ലേ? വേറെ ബിസിനസ് ചെയ്തിട്ടോ ബാക്കി ഒന്നും കാര്യമില്ല. ആർട്ട് ഉണ്ടാവണം അല്ലെങ്കിൽ സ്പോർട്സ് ഉണ്ടാവണം. ഇതുണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ മനസ്സും ശരീരവും ഒക്കെ അങ്ങനെ വിസ്തൃതമായിട്ട് പോകുന്നത്. അപ്പോൾ ഓക്കെ, ഗുഡ്, താങ്ക് യു സോ മച്ച്. പക്ഷേ ആ കയ്യടിയോടുകൂടി മറ്റൊരു കാര്യം പ്രഖ്യാപിക്കാൻ പോവുകയാണ്. ആരൊക്കെയാണ് പിരിഞ്ഞു പോകുന്നത് അല്ലെങ്കിൽ ആരൊക്കെയാണ് നിലനിൽക്കുന്നതെന്ന് പറയാൻ പോവുകയാണ്. സോ നിങ്ങൾക്ക് കിട്ടിയ മാർക്കിലേക്ക് കിടക്കാൻ നമുക്ക്. War round at 15 points. Team Blue 10 points. Team Green 10 points. Team Yellow 10 points. Team Orange 15 points. സ്വാഭാവികമായിട്ടും രണ്ട് ടീമുകളാണ് ഇനി നിലനിൽക്കുക. അതായത് വയലറ്റ് ആൻഡ് ഓറഞ്ച്. ഇവർ തമ്മിലാണ് മത്സരിക്കുന്നത്. പക്ഷേ നിങ്ങൾ വളരെ ഉജ്ജ്വലമായിട്ട് മത്സരിച്ചു. നിങ്ങൾ മൂന്ന് ടീമും നന്നായിട്ട് മത്സരിച്ചു. പക്ഷേ ചില ചെറിയ പ്രശ്നങ്ങൾ കാരണം മാർക്ക് ഇത്തിരി കുറഞ്ഞു. അതാണ് കാരണം. അത് സാരമില്ല. ഇനിയും ഒരുപാട് അവസരങ്ങൾ നിങ്ങളുടെ മുമ്പിലുണ്ട്. എവിടെയൊക്കെ മത്സരങ്ങളുണ്ട്, അറിവിന്റെ മത്സരങ്ങളുണ്ടോ അവിടെ മുഴുവൻ നിങ്ങൾ പങ്കെടുക്കണം കേട്ടോ. അപ്പോൾ അങ്കിളിന്റെ വക സമ്മാനമുണ്ട്. സോ ബ്ലൂ ടീം, നിങ്ങൾക്ക് രണ്ടു പേർക്കും ഇതാ ISRT തരുന്ന മനോഹരമായ മാത്തമാറ്റിക്സ് ലാബ്. ടീം ഗ്രീൻ, ടീം യെല്ലോ, രണ്ട് ടീമുകൾ വരും. വയലറ്റ് വരൂ ആൻഡ് ഓറഞ്ച്. ഇനി അടുത്ത സെഗ്മെന്റിൽ മത്സരിക്കുന്ന നിങ്ങൾ രണ്ടുപേരുമാണ്. നല്ല ടീമാണ് കേട്ടോ. ഇനി യുദ്ധമാണ്. അറിവ് കൊണ്ട് യുദ്ധം ചെയ്യുന്ന നിമിഷങ്ങളാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ വരുന്ന സമയത്ത് കുറച്ചുകൂടി ഉജ്ജ്വലരായി, കുറച്ചുകൂടി ആവേശത്തോടു കൂടി പങ്കെടുക്കുക. രണ്ട് ഗ്രൂപ്പിനും വിജയം ആശംസിക്കുന്നു. നമ്മുടെ പ്രേക്ഷകരോട് നമുക്ക് പറയാം, ഒരു ദിവസം കൂടി കാത്തിരിക്കേണ്ടതുണ്ട് ഇവർ തമ്മിലുള്ള അറിവിന്റെ യുദ്ധം കാണുവാൻ. അതുവരെ എല്ലാവരോടും തൽക്കാലത്തേക്ക് വിട ചോദിക്കുന്നു. നന്ദി, നമസ്കാരം.